ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ വേറെ കറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര എളുപ്പമായിട്ടുള്ള ഉണ്ടാക്കാനായി പറ്റണ ഒരു കറിയാണ് കേട്ടോ. തക്കാളി വെച്ചിട്ടാണ് ഉണ്ടാക്കണ ഒരു തക്കാളി കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് ഒരിക്കൽ നമുക്ക് അതേമാതിരി ഏകാദശിയൊക്കെ വരുമ്പോൾ അവിടെ അമ്മ വീട്ടിൽ ഉണ്ടാക്കണ ഒരു കറിയാണ്. അമ്മ കടുക് ഇടാറില്ല, പക്ഷെ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള ഒന്നുമില്ലാതെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കടുക് പൊട്ടിക്കാനാണ്. നമ്മൾ കടുക് പൊട്ടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കറിയൊക്കെ ആയതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിരിക്കണം. തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. തക്കാളി ഇട്ടിട്ട് ഒരുപാട് പഴുത്തിട്ടുള്ള തക്കാളിയല്ല, എന്നാൽ പഴുപ്പില്ലാത്ത തക്കാളി ആവരുത് കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കണം. ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു തക്കാളി ആയതുകൊണ്ട് അത് ചേർത്ത് കൊടുത്താണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പുളി ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ചിട്ട് വേണം അത് വേവിക്കാനായിട്ട്. വെന്ത് ഉടഞ്ഞ് പോവരുത്, അതേമാതിരി ഉടച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ. ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ താഴെയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കുക. ഉപ്പും ഒക്കെ പാകത്തിനാണോ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.